ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപുത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാവ്യോപാസന നാരായണീയമായി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കപ്പെട്ടു. ആ നാരായണീയ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി കഴിഞ്ഞ 53 ദിവസങ്ങളിലായി നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 54-ാമത്തെ ദിവസമാണ്. ഇന്ന് ശ്രീമന്നാരായണീയം 5-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, തുടർന്ന് പതിവ് പോലെ ശ്രീഹരിയം. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേ കുർഭുവനാണ്ഡനിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ. ത്വം നാനാവിധസൂക്തിഭിർനുത ഗുണസ്തത്വാന്യമുന്യാവിശംശ്ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യധാ. ഏതേ ജാതാ ഭൂതഗണാഃ തഥാ ഇന്ദ്രിയഗണാഃ ദേവാച ഭുവനാണ്ഡനിർമ്മിതി വിധൗ പൃഥക് നോ ശേകു തദാ അമീഭിദേവൈഃ നാനാവിധസൂക്തിഭിः നുതഗുണ ത്വം അമൂനീതത്വാനി ആവിശൽ
ചേഷ്ടാശക്തിം ഉദീര്യ താനി ഘടയൻ ഹൈരണ്യം അണ്ഡം വ്യഥ. ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കേട്ടു, ഈ ആദ്യമാദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഇമം ഭൂതഗ്രാമം ത്വം ഏവ താമസാൽ പ്രകാശയ, അവിടുന്ന് താമസാഹങ്കാരത്തിൽ നിന്നും പ്രകാശിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ, അതിൽ നിന്ന് ഉണ്ടായ ആകാശം, വായു, തേജസ്, ജലം, ഭൂമി, അപ്പോൾ ഈ ഭൂതസമൂഹത്തെ അവിടുന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഏതേ ജാതാ ഭൂതഗണാഹ, ഈ ശ്ലോകത്തിൽ പറയുകയാണ് ഇങ്ങനെ ഉൽപ്പന്നമായ ഭൂതഗണങ്ങളും ഭൂതസമൂഹങ്ങളും, തഥാ ഇന്ദ്രിയഗണ, അതേപോലെ തന്നെ ഈ ഇന്ദ്രിയ സമൂഹങ്ങളും, ദേവാച, അതിൻ്റെ ദേവന്മാരും ദേവതകളും, ഭുവനാണ്ഡ നിർമ്മിതി വിധൗ, ഈ ഭുവനത്തെ, ഈ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിക്കുന്നതിൽ പൃഥക് നോ ശേകു, ഓരോരുത്തർക്കും അവർക്ക് സ്വയമേവ ഇത് സൃഷ്ടിക്കാൻ കഴിവുള്ളവരായിരുന്നില്ല, ഓരോരുത്തരും വെവ്വേറെ കഴിവുള്ളവരായിരുന്നില്ല. തഥാ അമീഭീ ദേവൈഹി, അപ്പോൾ ഈ ദേവന്മാരാൽ പലതരത്തിലുള്ള സൂക്തികളെ കൊണ്ട്, നാനാവിധ സൂക്തിഭി നുതഗുണഹാത്വം, പുകഴ്ത്തപ്പെട്ട ഗുണങ്ങളോടുകൂടിയ അവിടുന്ന് ഗുരുവായൂരപ്പ, അമൂനി തത്വാനി ആവിശൻ, ഈ തത്വങ്ങളിലേക്ക്, ഈ ഭൂതാദി തത്വങ്ങളിലേക്ക് കടന്ന് ചേഷ്ടാശക്തിയും ഉദീര്യ താനി ഘടയൻ, അവയ്ക്ക് ചേഷ്ടിക്കാനുള്ള ശക്തിയെ ഉണർത്തി അവയെ ഇണക്കി ഹൈരണ്യം അണ്ഡം വ്യഥ, ഹിരൺമയമായ സ്വർണമയമായിരിക്കുന്ന ഈ അണ്ഡത്തെ, ഈ ബ്രഹ്മാണ്ഡത്തെ നിർമ്മിച്ചു എന്ന് പറയുന്നു. അപ്പം ഇനി ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് ചൊല്ലാം, പിന്നീട് ശ്രീഹരിയം. ഏതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാ പൃഥങ് നോശേകുർഭുവനാണ്ഡ നിർമ്മിതി വിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധസൂക്തിഭിർനുതഗുണസ്തത്വന്യമൂന്യാവിശംശ്ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ശ്രീഹരിയ പരിഭാഷ. ഇവർക്കാർക്കും ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിക്കുവാനാകയാൽ ഇന്ദ്രദേവ പൂജിതനാം ദേവദേവേശൻ തത്വങ്ങളിലേക്കുമെല്ലെ കടന്നിട്ടു സൃഷ്ടി ചെയ്തു സ്വർണമയരൂപമാകും അണ്ഡവും തദാ. നാരായണ 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 രാധാ ഗോവിന്ദ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.